ഐവിൻ ജോജിയെ കാറിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ SI വിനയ് കുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന വിനയ് കുമാറിനെ ഇന്ന് രാവിലെയാണ് നെടുമ്പാശ്ശേരി പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കൂട്ടുപ്രതിയായ മോഹൻകുമാറിന്റെ അറസ്റ്റ് ഇന്നലെ രേഖപ്പെടുത്തിയിരുന്നു. കൊല്ലപ്പെട്ട ഐവിൻ ജോജിക്ക് മർദ്ദനമേറ്റതിന്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു. ഐവിൻ ജോജിയുടെ സംസ്കാരം ഉച്ചയ്ക്ക് തുറവൂരിൽ നടക്കും. വിശദവിവരങ്ങളുമായി അരുൺ ശങ്കറുണ്ട് കൂടെ. അരുൺ, എപ്പോഴാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക? രണ്ടരയ്ക്കാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. സമീപത്തെ സെൻറ്റ് അഗസ്റ്റിൻ ചർച്ചിലാണ് സംസ്കാര ചടങ്ങുകൾ തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ രാത്രിയിലാണ് ഐവിൻ്റെ മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചത്. ഇന്ന് രാവിലെ മുതൽ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചു. നിരവധി ആളുകളാണ് ഐവിന് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഐവിൻ ജോലി ചെയ്ത സ്ഥാപനത്തിലെ ജീവനക്കാരെല്ലാം തന്നെ ഐവിനെ ഒരു നോക്ക് കാണാനായിട്ട് എത്തിയിരുന്നു. സമൂഹത്തിൻ്റെ നാനാതുറയിലുള്ള ആളുകളൊക്കെ എത്തുന്നുണ്ട്. ഐവിൻ്റെ സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ളവർ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഏകദേശം 1 മണിക്കൂറും കൂടി മാത്രമേ വീട്ടിൽ ദർശനം ഉണ്ടാവുകയുള്ളൂ. അതിനുശേഷം പള്ളിയിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. പിന്നെ പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക.